ഹായ് ഗൈസ്, എൻ്റെ എംഎസ്സിയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് എക്സാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എംഎസ്സി കംപ്ലീറ്റ് ആയി. തലേന്നത്തെ വർക്ക് ഷിഫ്റ്റ് 2:30 കഴിഞ്ഞുകൊണ്ട് കുറച്ചേരം ഉറങ്ങാൻ പറ്റിയിട്ടോ. ഇന്നാണെങ്കിൽ ഗംഭീര മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ എണീക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വേറെ വഴിയില്ലല്ലോ, എക്സാം മിസ്സാക്കാൻ പറ്റില്ല. അങ്ങനെ നേരെ ഞാൻ ബസ്സൊക്കെ പിടിച്ച് എക്സാം സെൻറ്ററിൻ്റെ അങ്ങോട്ടെത്തി. അവിടെ ഉള്ളൊരു ബേക്കറിയാണ്, ഞാൻ സ്ഥിരം പോണ ബേക്കറിയാണ്. അവിടുന്ന് ഒരു ബജിയും അതുപോലെ ചായയും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. വാഴയ്ക്ക ബജി എടുത്ത് കഴിച്ചത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ് വാഴയ്ക്ക ബജി എന്ന് പറയുന്നത്. പൊതുവേ എനിക്ക് എല്ലാ എണ്ണക്കടികളും ഇഷ്ടമാണ്. അതിൽ കുറച്ചുകൂടി ഇഷ്ടമുള്ളതാണ് വാഴയ്ക്ക ബജി കേട്ടോ. ഇതിനെ ഏത്തക്കാപ്പം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഇവിടെ വാഴയ്ക്ക ബജി എന്നാണ് പറയാറുള്ളത് കേട്ടോ. കഴിഞ്ഞ മിനി വ്ലോഗ് കണ്ടവർക്കറിയാം, ഞാൻ ഭയങ്കര ടയർഡായിരുന്നു എക്സാമിന് വന്നപ്പോഴത്തേക്ക്. എൻ്റെ മുഖമൊക്കെ ആകെ ടയർഡായി. ഇന്ന് എന്തോ ഭാഗ്യത്തിന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഉറക്കം ശരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ശരിയായിട്ടില്ല, എന്നാൽ കൂടെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ഈ കോളേജിൽ എത്തിയിട്ടുണ്ട്. സാറ്റർഡേ ആയിരുന്നു കേട്ടോ എക്സാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേരാരും ഉണ്ടായിരുന്നില്ല. എക്സാം എഴുതാൻ വന്ന 5-6 കുട്ടികൾ മാത്രമായിരുന്നു ആ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ക്ലാസ്സിലൊക്കെ കയറി ആകെ 4-5 കുട്ടികൾ മാത്രമേ പരീക്ഷ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇതേ റെസ്റ്റ് റൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്രമല്ല എക്സാം ഇനി ഒരെണ്ണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ PG കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട് കേട്ടോ. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ വേറൊരു ഫ്രണ്ട് കൂടെ വരാനുണ്ട്. വന്നിട്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ ചോറും മോരുകറിയും അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് കഴിക്കാനും പറ്റിയില്ല. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അവളെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവൾ വരാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ലേറ്റ് ആവും. എനിക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് 2-2.5 മണിക്കൂറുണ്ട് എൻ്റെ വീട്ടിലോട്ട് എത്താൻ. മാത്രമല്ല 2-3 ബസ്സൊക്കെ കയറും വേണം. ഫുഡ് ഒട്ടും ഇഷ്ടമാവാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഫുള്ളായിട്ട് കഴിക്കാനൊന്നുമില്ല. പിന്നെ നേരെ ബസ്സിൽ കയറി വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ദേ ഞാൻ പാലക്കാട് എത്തിയതിന് ശേഷം നല്ല വിശക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ഒരു ഡയറി മിൽക്ക് സിൽക്കും വാങ്ങിയിട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ബസ്സിലിരുന്ന് തന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.